സാർ, നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്ത വാർത്ത ഒരു 2 ആഴ്ച മുമ്പ് പുറത്തു വന്നതാണ്. ധനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞു, കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷനുകൾ ഇങ്ങനെ തട്ടിയെടുക്കുകയാണ് എന്ന്. എന്നിട്ടൊരു 1400 ചില്ലുവാനും പേരുടെ കാര്യമാണ് എണ്ണമൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നീട് അതൊരു 60,000 എന്നൊക്കെ പറഞ്ഞ് കണക്ക് പുറത്തു വന്നു. ഇപ്പോൾ അവരിൽ നിന്ന്, ഈ തട്ടിയെടുത്തവരിൽ നിന്ന് 18% പലിശ ഉൾപ്പെടെ അത് തിരിച്ചു പിടിക്കും എന്നാണ് ധനമന്ത്രി അന്ന് പറഞ്ഞത്. ഈ കാര്യത്തിൽ പക്ഷേ നടപടിക്രമങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നൊരു സൂചനയുണ്ട്. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും? അല്ല, ഇത് കേരളത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർക്ക് കൊടുക്കുന്ന പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ അടക്കമുള്ള പെൻഷൻ ഉദ്യോഗസ്ഥന്മാർ, വലിയ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുത്തു എന്ന വാർത്ത നമ്മൾ അത്ഭുതത്തോടെയാണ് കേട്ടത്. കേരളം അത് ധനമന്ത്രി ആധികാരികമായിട്ട് വെളിപ്പെടുത്തി. അദ്ദേഹത്തിന് ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു. ആ കൂട്ടത്തിലാണ് 1400 പേരെ കുറിച്ചുള്ള വിവരം കണ്ടെത്തിയെന്നും അതിൽ 2 പേർ കോളേജ് അധ്യാപകർ, സർക്കാർ കോളേജ് അധ്യാപകരാണെന്നും ഒക്കെ. ഈ UGC സാലറി വാങ്ങുന്ന ആളുകൾ 1600 രൂപയുടെ പെൻഷൻ തട്ടിയെടുത്തു എന്നത് നമുക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ മനുഷ്യന് ധനത്തോടുള്ള ആർത്തിയുണ്ടോ? ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒക്കെ ഒരു വലിയ അവ്യക്തത ഉടലെടുത്തു. വിശ്വസിക്കാൻ പ്രയാസം. അതെ, അവ്യക്തതയും ദുരൂഹതയും ഒക്കെ ഉണ്ട്. വലിയൊരു പിന്നീട് അത് കേട്ടത് ആ നമ്പർ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതെ. അപ്പോൾ അത് പിന്നെ 10,000 20,000 ഒന്നുമല്ല, 60,000 വരെ പോകുന്നു. അപ്പോൾ കേരളത്തിലെ മൊത്തം ജീവനക്കാർ എന്ന് പറയുന്നത് വെറും 5.5 ലക്ഷത്തിൽ താഴെയാണ്. 5.5 ലക്ഷത്തിൽ താഴെയിൽ ഒരു 20% ആളുകൾ പെൻഷൻ വെട്ടിച്ചെടുത്തു. അത് 1-2 തവണയൊന്നും അല്ല, തുടർച്ചയായിട്ട് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന. അതേസമയത്ത് 6 മാസത്തെ പെൻഷൻ വരെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക 2-3 തവണയായിട്ട് കൊടുത്തു തീർക്കാനുള്ള ശ്രമത്തിലാണ് സാമ്പത്തിക ദുരിതത്തിൽപ്പെടുന്ന സർക്കാർ. അതിനിടെ ഈ പെൻഷൻ എങ്ങനെയാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇതെന്തോ, ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഉദ്യോഗസ്ഥന്മാർ സ്വമേധയാ ചെയ്തതാണെന്ന്. അവരുടെ പേരിൽ വേറെ ആരെങ്കിലും ചെയ്ത തട്ടിപ്പാണോ? ഇതൊക്കെ ഇനി വരാനുള്ള ഒരു വലിയ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് പുറത്ത് വരൂ. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് കാശ് സംഭരിക്കാനുള്ള ഏതോ ഒരു തൽപര കക്ഷി ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഉപയോഗിച്ചതാണോ? ആ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ആരോപിതരായ ഈ 1400 പേരെ പറ്റി മന്ത്രി സൂചിപ്പിച്ച അതിലൊരാൾ പോലും വസ്തുത എന്താണെന്ന് പറയാൻ പുറത്തു വന്നില്ല. അപ്പോൾ അവരുടെ അറിഞ്ഞുകൊണ്ട് ഏതോ ഒരു ഗൂഢസംഘത്തിന് പണം അപഹരിക്കുവാനുള്ള ഒരു പണിയാണിത് നടത്തിയത്. ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു അഴിമതിയാണ്. ഇങ്ങനെ അഴിമതി നടത്തിയിട്ട് ഒരു ഉദ്യോഗസ്ഥന് 18% പലിശയ്ക്ക് ആ പണം തിരിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും ഉദ്യോഗത്തിൽ തുടരാൻ അനുവദിക്കാമോ? അങ്ങനെ ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല. അയാൾ സർവീസ് റൂൾ വയലേഷൻ നടത്തി. ക്ഷമിക്കണം, അയാൾ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. PSCയിൽ അയാൾ കൊടുത്തിരിക്കുന്ന സത്യപ്രതിജ്ഞ ലംഘിച്ചു. അപ്പോൾ ഒരു സർക്കാർ സർവീസിൽ സത്യസന്ധതയോടെ ദീർഘകാലം പ്രവർത്തിക്കാനുള്ള യോഗ്യത അയാൾ തന്നെ ഇല്ലാതാക്കി. അതിന് തുല്യമാണ്. ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ തൻ്റെ പേരിൽ അപഹരിച്ച് കൃത്രിമ രേഖയുണ്ടാക്കി തട്ടിയെടുത്തു. ഇതാണ് ആരോപണം. ഇതിനെ പറ്റിയുള്ള അന്വേഷണം വരുമെന്ന് വിചാരിച്ചു. ഇവരെല്ലാം കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു. അവരിൽ നിന്ന് ഇത് പലിശ സഹിതം ഈടാക്കുമെന്ന് ഒരു ചെറിയൊരു ആശ്വാസവചനം പോലെ പറഞ്ഞിട്ട് ആരെയും തൃപ്തിപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്നല്ല ഈ പറഞ്ഞിട്ട് പിന്നീട് നടപടികളൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഈ തട്ടിപ്പ് നടന്നത് സർക്കാരിൻ്റെ മൗനാനുവാദത്തോടെ ആണോ എന്ന് പോലും സംശയിക്കണം. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ ധനമന്ത്രി എന്തിനാണിത് പുറത്തു പറഞ്ഞത്? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്തോ ഒരു അല്ല, ഗവൺമെൻറ്റിന് മറച്ചു വയ്ക്കാൻ എന്തോ കാര്യമുണ്ട്. ഇതിൻ്റെ നടപടികൾ പതുക്കെ പോകുന്നതും ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ തലസ്ഥാനത്ത് ഒരു പരിക്കുവേൽക്കാതെ തുടരുന്നതും. സാർ, വാസ്തവത്തിൽ ഇത് ക്രിമിനൽ കുറ്റമല്ലേ? ഇത് പ്രോസിക്യൂഷൻ പോലീസ് കേസ് എടുക്കേണ്ടതാണ്. പോലീസിന് ഒരു FIR ഇട്ട് കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്താവുന്നതാണ്. ആ അന്വേഷണത്തിൽ വെളിപ്പെടുന്ന വിവരം അനുസരിച്ച് ചാർജ് ഷീറ്റ് ഉണ്ടാക്കാവുന്നതാണ്.
അതിൻ്റെ മുന്നോടിയായി ഈ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തേണ്ടതാണ്. പണാപഹരണമാണ്. അതെ അതെ അതെ. പണാപഹരണ കുറ്റം നടത്തിയ ഒരാളെ സർവീസിലെങ്ങനെ വെച്ചുകൊണ്ടിരിക്കും? അയാൾ പ്രതിജ്ഞാലംഘനം നടത്തി, സർവീസ് റൂൾ ലംഘിച്ചു, ഇങ്ങനെയൊക്കെ ഒത്തിരി കുറ്റം, വഞ്ചനാ കുറ്റം. ആ സാറ് പറഞ്ഞ പോലെ ഇപ്പം തന്നെ 3 വകുപ്പുകളായി ഒരുപാട് ചാർജസ് വരാവുന്നതല്ലേ. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ നടപടി വളരെ ശാന്തമാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് സംരക്ഷിക്കേണ്ട കുറേ ആളുകൾ ഇതിനകത്തുണ്ടാവും, ഉണ്ടെന്നല്ലേ. ഇല്ലെങ്കിൽ ഇവരുടെ പേരിൽ പണം തട്ടിയെടുത്തത് വേറെ ആരെങ്കിലും, ഗവൺമെൻറ്റിന് വേണ്ടി വേറെ ആരെങ്കിലും ആണോ? അതും സംശയിക്കാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ ഉദ്യോഗസ്ഥന്മാർ തലസ്ഥാനത്ത് നിലനിർത്തുന്നത് എന്തർത്ഥത്തിലാണ്? തീർച്ചയായിട്ടും. ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, സാറ് പറഞ്ഞതിനകത്തൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നേരത്തെ ഇത് CAG ഇങ്ങനൊരു കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കുറേ നാൾ മുമ്പേ പെടുത്തിയിരുന്നു. അനർഹരായ ആൾക്കാർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് വായിക്കേണ്ടതല്ലേ സാർ ഈ വിഷയത്തിൽ? അത് ക്ഷേമ പെൻഷൻ കിട്ടുന്നവർ മുഴുവനും അതിന് ശരിയായ അർത്ഥത്തിൽ അർഹരല്ല. അത് ഒരുപാട് കേസസ് ഉണ്ട്. നമുക്ക് 1-to-1 കേസസ് ഒക്കെ പരിശോധിക്കുമ്പോൾ നാട്ടുപുറത്തൊക്കെ ചില പലരുടെ കാര്യത്തിൽ അത് ചില പാർട്ടി ഫേവറുകൾ, പ്രാദേശികമായ ചില പ്രീണന രാഷ്ട്രീയമൊക്കെ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭരണകാലത്തും ഉണ്ട്. അപ്പം മാറി മാറി അവരെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പെൻഷൻ മേടിച്ചു കൊടുക്കുന്ന കയർത്തൊഴിലാളി പെൻഷൻ എന്നും വാർദ്ധക്യകാല പെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, അർഹരായ പലർക്കും കിട്ടാതെ വരും. അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ട്. പക്ഷേ കിട്ടിയവരൊക്കെ ഏതെങ്കിലും തരത്തിൽ അർഹതയുള്ളവരാണ്. അവർക്ക് വേഗം കിട്ടാൻ ചില ഫേവറുകൾ ചെയ്തിട്ടുണ്ടാവും എന്നതിനപ്പുറം അത് കൊടുത്ത എന്തിനാണെന്ന് ചോദിക്കാൻ പറ്റാത്ത തരത്തിൽ അവർ യോഗ്യരായിരിക്കും. അതല്ലല്ലോ ഇത് പക്ഷേ വളരെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തുകൊണ്ട് അത് സ്ഥിരമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നവർ ഈ ചെറിയ പൈസ അവർ അപഹരിച്ചതാണെന്ന് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പോലും തോന്നുന്നില്ല. ഇത്രയും തരം താഴുന്നവരാണോ പണക്കൊതിയും ഈ ഇടകാര്യത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ആരും ഇത്രയും തെണ്ടിത്തരമൊന്നും കാണിക്കില്ല ശരിക്കും. അതെ. അപ്പോൾ ആ തരത്തിൽ എന്തോ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ദുരൂഹത തോന്നുന്നുണ്ട്. അത് ഒരു വലിയ അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. കാരണം ഇവരോട് ഇതിൽ ഉൾപ്പെട്ടു എന്ന് കരുതുന്ന ആളുകളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയാം, ഞാനൊന്നും കൈകൊണ്ട് മേടിച്ചല്ലേ ഈ പൈസ ഒക്കെ പല വഴിക്ക് പോയതാണെന്നൊരു സത്യം. അത് മാധ്യമങ്ങൾ അത് പിന്നാലെ അവർ ഈ കേസ് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പൈസ എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ നക്കാപ്പിച്ച പൈസ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ 1600 രൂപ മേടിച്ച് പോക്കറ്റ് വെച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും അന്തസ് കേട്ട നമ്മുടെ സർവീസിൽ ശമ്പളം വാങ്ങുന്ന ആളാണ്. അതെ. അങ്ങനെ ഒരു ഗതികേട് അവർ കറ്റില്ല. അപ്പോൾ ഈ ഫണ്ട് ആരെയും സഹായിക്കാൻ ചെയ്തതായിരിക്കും. അപ്പോൾ സഹായിക്കാൻ അയാളുടെ പേര് ദുരുപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ ഈ അന്വേഷണവും പേരും ഒക്കെ വരുമ്പോൾ അയാളുടെ പേരിലായിരിക്കും ഇത് നടക്കുന്നത്. അങ്ങനെയായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അതാകാനാണ്. അതൊരു അന്വേഷണത്തിലൂടെ പുറത്തു വരും. സാർ, എന്തായാലും ഈ 18% പലിശ വാങ്ങിക്കൊണ്ട് ഇത് പണം തിരിച്ചു പിടിച്ചാൽ മാത്രം പോരാ. അങ്ങനൊരു സൊല്യൂഷനിലൂടെ ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം ഉറപ്പാക്കുക, നഷ്ടം തിരിച്ചു പിടിക്കുന്ന ഒരു നടപടിയായിട്ട് മാത്രം ചുരുങ്ങരുത്. ഇത് അങ്ങനെ ഗവൺമെൻറ് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ സംശയം കൂടുതൽ ഗവൺമെൻറ്റിലുള്ളവരിലേക്ക് സംശയത്തിൻ്റെ മുന്നിൽ നീളുന്നത്. എന്തായാലും ഈ കർശനമായ നിയമ നടപടികൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്തി ഈ പണം തിരിച്ചു പിടിക്കുന്നതിൽ മാത്രം ഒതുക്കാതെ അവരെ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കൂടെ കടക്കണം. ശരിക്കുള്ള ഒരു കുറ്റാന്വേഷണം വേണം.